ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതർ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കൈക്കൊള്ളുവാൻ ഒരുത്തനുണ്ട്. അവനാകുന്നു കർത്താവായ യേശു ക്രിസ്തു. ആരാണ് യേശു ക്രിസ്തു? നിങ്ങളെ കൈക്കൊള്ളുവാൻ കഴിയുന്നവനാണ്. മനുഷ്യരേവരും തള്ളിക്കളയുമ്പോൾ, മനുഷ്യരേവരും മുഖം മറയ്ക്കുമ്പോൾ നിങ്ങളെ കൈക്കൊള്ളുവാൻ നീട്ടുന്ന ഒരു കരമാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രി എവിടെയൊക്കെ നീ ഒറ്റപ്പെട്ടുവെന്ന് തോന്നിയോ, നിന്നെ കൈക്കൊള്ളുവാൻ യേശുവുണ്ട്. ഒരിക്കൽ പട്ടണത്തിൽ നിന്നൊരു സ്ത്രീയെ യേശുവിൻ്റെ കാലത്ത് പിടിച്ച് പട്ടണത്തിന് പുറത്തോളം ആട്ടിപ്പായിച്ച് വിജനമായ ഒരു ദേശത്ത് ചെന്നവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പട്ടണം മുഴുവൻ ഓടി വരുമ്പോൾ ആ വെളിമ്പ്രദേശത്ത്, വിജനപ്രദേശത്ത് യേശു അവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്നാൽ യേശുവിനെ കണ്ട് ആട്ടിയോടിച്ച സമൂഹം നിന്ന് ഇവളെക്കുറിച്ച് കുറ്റം പറഞ്ഞു. എന്നാൽ യേശു അവളെ രക്ഷിച്ച് അനന്തരം അവളെ സമാധാനത്തോടെ പറഞ്ഞയക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ പ്രഭാഷണ വേളകളിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാമെന്ന്. അക്കാലത്ത് മനുഷ്യർ വിശ്വസിച്ചിരുന്ന ഗ്രീക്ക് തത്വസംഹിത കൊണ്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ കിരാത നയങ്ങൾ കൊണ്ടും മനുഷ്യൻ കരുതിയിരുന്ന ഒരു ചിന്താഗതിയുണ്ട്. ലോകത്തിൽ സമ്പന്നനായവർ ഭാഗ്യവാന്മാർ, അവർക്കുള്ളതാണ് ഈ ലോകത്തിൻ്റെ രാജ്യത്വങ്ങളൊക്കെ എന്ന്. എന്നാൽ യേശു കർത്താവ് കടന്നു വന്നിട്ട് പറഞ്ഞോ, ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യമുണ്ടെന്ന്. ലോകത്തിൽ അധികാരം കൊണ്ടും ശക്തി കൊണ്ടും ഭൂമിയെ പിടിച്ചടക്കുമെന്ന് റോമൻ സീസർമാർ ഗർജിക്കുമ്പോൾ യേശു അതിൻ്റെ ഇപ്പുറത്തു നിന്ന് വിളിച്ചു പറഞ്ഞോ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറഞ്ഞോ. ലോകത്തിൽ സമ്പത്ത് കൊണ്ടും അധികാരം കൊണ്ടും തങ്ങളുടെ മികവ് കൊണ്ടും സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ മുകൾ തട്ടിൽ ആറാടുമ്പോൾ യേശു അതിനപ്പുറം നിന്ന് വിളിച്ചു പറഞ്ഞോ, ദുഃഖിക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന്. നീറുന്ന മനസ്സിൻ്റെ വേദന അറിയുവാൻ, പിടയുന്ന ചങ്കിൻ്റെ നീറ്റൽ അറിയുവാൻ യേശു ഇറങ്ങി വന്നിട്ട് പറഞ്ഞോ, ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം എന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, സ്നേഹിതരിൽ ദൂരത്തോ ചാരത്തോ ഞങ്ങളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടോ, കൈവിടപ്പെട്ടു, തള്ളപ്പെട്ടു, മനുഷ്യൻ നിങ്ങളുടെ നേരെ മുഖം മറച്ചുവെന്ന് തോന്നുന്നുവെങ്കിൽ അധൈര്യപ്പെടരുത്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുത്തനുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു. ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും, സ്വന്തം അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരുത്തനുണ്ട്. അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഒരിക്കൽ കർത്താവ് തൻ്റെ പ്രവാചകനായിരിക്കുന്ന ദാസന്റെ അടുക്കൽ ചോദിച്ചോ, സാധാരണ ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? ഇല്ല. ഒരുപക്ഷെ അവൾ മറന്നാൽ പോലും പെറ്റതള്ള തൻ്റെ ഉദരത്തിൽ 9 മാസം ചുമന്ന് വേദനയോടെ നൊന്തുപെറ്റ തൻ്റെ കുഞ്ഞിനെ മറക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നാലും ഞാൻ മറന്നു കളയത്തില്ല. യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് മേഘങ്ങൾക്കിടയിൽ കൂടെ പറന്നുയർന്ന് കയറിപ്പോകുന്നതിന് മുൻപേ തൻ്റെ അരുമ ശിഷ്യഗണത്തെ അരികെ വിളിച്ചിട്ട് പറഞ്ഞോ, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക സഹോദരങ്ങളെ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും ഇന്ന് രാത്രി നിങ്ങൾക്കൊരു യേശുവുണ്ട്, നിങ്ങളെ തള്ളിക്കളയാത്ത യേശു. മനുഷ്യൻ നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ നിങ്ങളുടെ വിരൂപതകളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ നിങ്ങളുടെ സാമ്പത്തിക തകർച്ചയിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിഴവുകളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞേക്കാം. കൂടുണ്ടെന്നും തോന്നുന്നവരൊക്കെയോ ഒരു നാളിൽ കൂടില്ലെന്നറിയുന്ന ഇരുട്ടിൻ്റെ നാഴികകളിൽ നിങ്ങൾ ഏകരെന്ന് തോന്നിയേക്കാം. എന്നാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാനൊന്ന് നിങ്ങളോട് പറയാം, ആരൊക്കെ നിങ്ങളെ കൈവിട്ടാലും, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ തള്ളിക്കളയാതെ കൈക്കൊള്ളുന്ന ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി സ്വർഗത്തിലേക്കൊന്ന് കരമുയർത്തി കണ്ണുയർത്തി പറയാമോ, എന്നെ കൈവിടാതെ എന്നെ ചേർത്തുകൊള്ളുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി ഏത് തകർന്ന സാഹചര്യത്തിലാണെങ്കിലും നിന്നെ കൈക്കൊള്ളുവാൻ അവന് കഴിയാം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷാ വേളകളിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെറൂശലേമിൻ്റെയും എരിഹോവിൻ്റെയും ശമര്യയുടെയും തെരുവീതികളിൽ കൂടെ താൻ സഞ്ചരിക്കുമ്പോൾ കാതങ്ങൾ അകലെ നിൽക്കേണ്ട കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അരികെ വന്നോ, തൊടുവാൻ അറയ്ക്കുന്ന രക്തസ്രാവക്കാർ യേശുവിൻ്റെ അടുക്കൽ വന്നോ, കുടുംബം തള്ളിക്കളഞ്ഞ് കുളക്കരയിൽ അനാഥപ്പെട്ട് കിടക്കുന്ന 4 പതിറ്റാണ്ടോളമായി അനാഥപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ യേശു വന്നോ, അവരെയൊക്കെ യേശു ചേർത്ത് പിടിച്ചു നിർത്തി. ഗ്രാമത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് വിജനമായ ഒരിടത്ത് ഒറ്റപ്പെട്ട 10 കുഷ്ഠരോഗികൾ കിടക്കുമ്പോൾ യേശു അവരുടെ അടുക്കിലേക്ക് കയറി ചെന്നോ. യേശു ഓരോരുത്തരെയും കൈക്കൊള്ളുന്നവനായിരുന്നോ. ഈ രാത്രി നീ എവിടെയൊക്കെ ഒറ്റപ്പെട്ടോ, ഈ രാത്രി നീ എവിടെയൊക്കെ തള്ളപ്പെട്ടോ, ഈ രാത്രി നീ എവിടെയൊക്കെ ജീവിതത്തിൽ ഏകനെന്ന് നീ അകപ്പെട്ടു പോയോ, ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, കൂട്ടം തെറ്റിയ ഒരാടിനെ പോലെ ജീവിതത്തിൽ ഏത് മുൾപ്പടർപ്പുകൾക്കകത്ത് അകപ്പെട്ടു പോയാലും, നിന്റെ ശരീരം മുഴുവൻ തകർന്ന് തരിപ്പണമായാലും, നിന്റെ സാമ്പത്തിക സ്ഥിതി മുച്ചൂട് മുടിഞ്ഞു പോയാലും, നിന്റെ കുടുംബം ഇന്ന് ദേശത്തിന് നടുവിൽ അപമാനിക്കപ്പെട്ട് ശാപപാത്രമായാലും, ഇന്ന് രാത്രി നിന്നെ കൈക്കൊള്ളുവാൻ ഒരുത്തനുണ്ട്.
ഇന്നലകളിൽ മനുഷ്യൻ നിന്നെ കൈവിട്ട ചരിത്രം ഇനി നീ പറയുകയില്ല. പകരം നീ കൈവിടപ്പെട്ട ഇടത്ത് നിന്നെ കരം പിടിക്കുന്ന യേശുവിൻ്റെ ജീവിതം നിന്റെ ചരിത്രത്തിൽ ചേർത്തെഴുതാൻ പോവുകയാണ്. ഇന്നലകളിൽ നിന്നെ തള്ളിക്കളഞ്ഞ മനുഷ്യരുടെ ചരിത്രം നിന്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ് പകരം നിന്നെ പിടിച്ചുയർത്തുവാൻ കഴിയുന്ന യേശുവിൻ്റെ പേർ നിന്റെ ചരിത്രത്തിൽ എഴുതുവാൻ പോവുകയാണ്. ഇന്ന് വരെ നിന്റെ കുടുംബത്തിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത വലിയ അക്ഷരത്തിൽ തങ്കലിപികളിൽ നിന്റെ ബന്ധത്തിൽ, നിന്റെ സ്നേഹിതരുടെ കൂട്ടത്തിൽ, നിന്റെ ചാർച്ചക്കാരുടെ കൂട്ടത്തിൽ ഒന്നാമതൊരു പേരെഴുതാൻ പോവുകയാണ്. യേശു ക്രിസ്തു. ഇന്ന് രാത്രി നിന്നെ കരം പിടിക്കുന്നവനായി, നിന്നെ മാർവോട് ചേർക്കുന്നവനായി, നിന്നെ പിടിച്ചുയർത്തുന്നവനായി യേശുവിന്റെ കരങ്ങൾ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ എഴുതി ചേർക്കുകയാണ്. നിന്നെ മുറിവേൽപ്പിച്ചവരുടെ പേരുകളല്ല, നിന്നെ വേദനിപ്പിച്ചവരുടെ പേരുകളല്ല, നിന്നെ തള്ളിക്കളഞ്ഞവരുടെ പേരുകളല്ല, നിന്നെ സങ്കടപ്പെടുത്തിയവരുടെ പേരുകളല്ല, നിന്നെ മോഷ്ടിച്ച കള്ളന്മാരുടെ പേരുകളല്ല, നിനക്കെതിരെ ചെളിവാരി എറിഞ്ഞവരുടെ പേരുകളല്ല, നിനക്കെതിരെ കല്ലുപെറുക്കി എറിഞ്ഞവരുടെ പേരുകളല്ല, നിന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടവരുടെ പേരുകളല്ല. പകരം ഇതോ നിന്റെ വലം കൈക്ക് പിടിക്കുന്ന, നിന്നെ ഉയർത്തിയെടുക്കുന്ന യേശുവിന്റെ പേർ ഇതാ നിന്റെ ചരിത്രത്തിൽ എഴുതാൻ പോകുന്നു. ഇതാ നിന്റെ ജീവിതത്തിൽ യേശുവിന്റെ പേർ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. നിന്റെ കുടുംബം തകർത്ത ചില പേരുകൾ നിന്റെ ചരിത്രത്തിൽ നിന്ന് ദൈവം മാറ്റുകയാ. നിന്റെ പേര് കെടുത്തിയ ചില പേരുകൾ ദൈവം നിന്റെ കുടുംബത്തിൽ നിന്ന് മായ്ച്ചു കളയുകയാ. പകരം അവിടെ ഒരു പേരെഴുതുകയാണ്. ജീസസ് ദ റെഡീമർ. യേശു ക്രിസ്തു എന്ന വീണ്ടെടുപ്പുകാരൻ. ഇതാ യേശു ക്രിസ്തുവിന്റെ ആണിപ്പാടുള്ള കരങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഇതിനകത്ത് ചിലരെ സ്പർശിക്കുന്നു. നിന്റെ ചരിത്രത്തിൽ ഇനിയും ഒരു ആഭിചാരത്തിന്റെ പേരെഴുതപ്പെടത്തില്ല. പകരം വിടുവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പേർ. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകളിൽ ഇനിയും ഒരു രോഗത്തിന്റെ പേരെഴുതപ്പെടത്തില്ല. പകരം യേശു ക്രിസ്തുവിന്റെ പേർ. Tonight, ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ചർച്ചയിൽ ഇതാ വേറെ ഒരു പേരെഴുതി ചേർക്കുന്നു. നിന്നെ മുറിവേൽപ്പിച്ചവരുടെ പേരല്ല, നിന്നെ തകർത്തവരുടെ പേരല്ല, നിന്നെ ഒറ്റിക്കൊടുത്തവരുടെ പേരല്ല, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ വലം കൈപിടിച്ചുയർത്തുന്ന, നിന്റെ പ്രതികൂലങ്ങളിൽ, നിന്റെ യുദ്ധങ്ങളിൽ നിനക്ക് മുൻപായി നിൽക്കുന്ന യേശു ക്രിസ്തു. എവിടെയോ ചില അനാഥത്വത്തിന്റെ പോരുകളെ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുന്നു. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവൻ ആരുമില്ലല്ലോ, ശരണം എനിക്ക് പോയി എന്ന് പറഞ്ഞ ചില കുടുംബങ്ങൾ ഇതാ എനിക്കായി ഒരു സഹായത്തിന്റെ കരം ഞാൻ കാണുന്നുവെന്ന് പറഞ്ഞു തുടങ്ങുവാൻ പോവുകയാണ്. നീ യെരമ്യാവിനെ പോലെ കുഴിയിൽ അടയ്ക്കപ്പെട്ടാൽ, നീ ദാനിയേലിനെ പോലെ സിംഹങ്ങളുടെ ഗുഹയിൽ അടയ്ക്കപ്പെട്ടാൽ, നീ യോസഫിനെ പോലെ പൊട്ടക്കുഴിയിൽ അകപ്പെട്ടാൽ അവിടെ കൊണ്ട് നീ അവസാനിക്കുമെന്ന് കരുതിയ മാനവകുലം കാണേ, ഇതാ താണതായ കുഴിയിലേക്ക്, കുഴഞ്ഞതായ ചേച്ചിലേക്ക് ഒരു കരം നീണ്ടുവരുന്നു. കാൽവറിയിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ട, അറയപ്പെട്ട യേശുവിന്റെ കരം. ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടിരിക്കുന്നു. You are no more an orphan. You are no more a rejected person. You are no more a humiliated person, but you are an accepted person. നീ ഒരു അംഗീകരിക്കപ്പെട്ടവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ചൊരാമേൻ പറഞ്ഞാട്ട്, നീ അംഗീകരിക്കപ്പെട്ടവനാണ്, നീ അംഗീകരിക്കപ്പെട്ടവനാണ്.
ലോകത്തിൽ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്തവൻ നിന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. ഉന്നതവും കുലമാഹിമയുള്ളതുമായതിനെ ലജ്ജിപ്പിക്കുവാൻ കുലഹീനവും നികൃഷ്ടവുമായതിനെ അംഗീകരിച്ച തെരഞ്ഞെടുത്ത കർത്താവ് ഇന്ന് രാത്രി നിന്റെ നെറ്റിമേൽ ഒരു മുദ്രയിട്ട് നീ എനിക്കുള്ളവനെന്ന് പറഞ്ഞിരിക്കുകയാണ്. You are received by God. You are accepted by God. നീ അനാഥനല്ല, നീ തള്ളപ്പെട്ടവനും ഒറ്റപ്പെട്ടവനുമല്ല. ഇന്ന് രാത്രി യേശു നിന്നോട് പറയുന്നു, I shall receive you. ആരൊക്കെ നിന്നെ തള്ളുന്നോ അവിടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് കളയുന്നോ ഞാൻ നിന്നെ ചേർത്തുകൊള്ളാം. അബ്രഹാമിൻ്റെ വീട്ടിൽ ഒരു ദാസി ഉണ്ടായിരുന്നു. ഒരു രാത്രി ആ കുടുംബത്തിൽ ദാസിയും യജമാനത്തെയും തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ദാസി കടന്നു വന്ന് യജമാനന്റെ അടുക്കൽ പറഞ്ഞു, യജമാനത്തി കടന്നു വന്ന് യജമാനന്റെ അടുക്കൽ പറഞ്ഞു, ആ ദാസിയെ ഇനി ഒരു സൂര്യോദയത്തിൽ ഇവിടെ താമസിപ്പിക്കരുത്. അന്ന് രാത്രി അബ്രഹാം എന്ന യജമാനൻ ആശങ്കപ്പെട്ടു, ഞാൻ എന്തു ചെയ്യണ്ടോ? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അബ്രഹാമിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, അബ്രഹാം, ആ ദാസി പെങ്കൊച്ചിനെ നിന്റെ വീട്ടിൽ ഇനിയും സംരക്ഷിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. നിനക്ക് അവൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ കഴിയത്തില്ല. നിനക്കവളെ പുലർത്തുവാൻ കഴിയത്തില്ല. സൂര്യൻ ഉദിക്കും മുമ്പേ നീ അവളെ പറഞ്ഞു വിട്ടേര്, ഞാൻ അവളെ നോക്കിക്കൊള്ളാം. അവൾ ആ യജമാനൻ കൊടുത്ത ഒരു തുരുത്തി വെള്ളവും അപ്പവുമായി യാത്ര പുറപ്പെട്ടോ. മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് തൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് കരുതി ഒരു കുറുങ്കാട്ടിൻ്റെ തണലിലിട്ട് എൻ്റെ കൊച്ചു മരിക്കുന്നത് എങ്ങനെ കാണുന്നതെന്ന് വ്യാകുലപ്പെട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നീ തള്ളിക്കളഞ്ഞ കൊച്ചിനെ താങ്ങി എഴുന്നേൽപ്പിച്ചോ, ഞാൻ അവരെ ഒരു മഹാജാതിയാക്കും. അബ്രഹാം എന്ന നിന്റെ യജമാനൻ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ്റെ ഭാവി അവസാനിക്കത്തില്ല. ഞാൻ അവരെ ഒരു മഹാജാതിയാക്കും. ആ സ്ത്രീ ആ ദൂതനോട് ചോദിച്ചോ, ഇപ്പൊ കുടിക്കാൻ വെള്ളമില്ല, ഒരു തുരുത്തി ഒരു പാത്രം വെള്ളമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ കുഞ്ഞിനെ പുലർത്തോ? യജമാനനെ, ഇനി ഞാൻ എങ്ങനെ അവനെ പുലർത്തോ? ദൂതൻ അവളെ വിരൽ ചൂണ്ടിക്കാണിച്ചോ, നീ ഒരു പാത്രം വെള്ളം തീർന്നതിനാണോ കരയുന്നത്? നീ അവിടേക്കൊന്ന് കണ്ണുകൾ ഉയർത്ത്. എത്ര പാത്രം കോരിയാലും വറ്റാത്ത ഒരു ഉറവ് ഞാൻ നിനക്ക് തുറന്നിട്ടുണ്ട്. നീ അധൈര്യപ്പെടരുത്. യജമാനൻ നിന്നെ കൈവിട്ടാൽ ഞാൻ നിന്നെ കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രി നിന്നെ കൈവിട്ടു എന്ന് നീ പറയുന്ന വേളയിൽ ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കരമുയർത്തി പറ, എന്നെ കൈവിടാത്ത ഒരു ദൈവകരമുണ്ട്. എന്നെ കൈവിടാത്ത ഒരു ദൈവകരമുണ്ട്.